ഹായ് എവരി വൺ, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇത് ഹെയ്ഡാപ്പിക്കും ഹെലമോക്കും ഇച്ചു ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കാറിൽ വാങ്ങിച്ച് വെച്ചത് എടുത്തുകൊണ്ട് വന്നാണ് കേട്ടോ കാണുന്നത്. ഇത് രണ്ടു പേർക്കും ഓരോ മഗ്ഗാണ് കേട്ടോ. മഗ്ഗിൽ അവരുടെ ഫോട്ടോ ഒട്ടിച്ച്, ആക്ച്വലി അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ മഗ്ഗ്. എൻ്റെ ബർത്ത്ഡേക്ക് ഇച്ചു തന്ന ഗിഫ്റ്റ് ഇതായിരുന്നു. ഞങ്ങളുടെ ഫാമിലി ഫോട്ടോസ് വെച്ചിട്ട് എൻ്റെ ഒരു സിംഗിൾ ഫോട്ടോയും വെച്ചിട്ട് അടിപൊളി മഗ്ഗ്. അപ്പം ഹെയ്ഡാപ്പിക്കും ഹെലമോക്കും അത് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. അപ്പം അവരെപ്പോഴും ചോദിക്കായിരുന്നു, അമ്മേ അതെനിക്ക് തരാമോ എന്ന്. അപ്പോൾ അതിങ്ങനെ കേട്ടപ്പോൾ നമുക്ക് മനസ്സിലായി ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇവരുടെ ബർത്ത്ഡേക്ക്, ഹെയ്ഡാപ്പിയുടെ ബർത്ത്ഡേക്ക് സ്പെഷ്യലി ഇങ്ങനെ ഒരെണ്ണം റെഡിയാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അതിൽ ഹാപ്പി ബർത്ത്ഡേ ഹെയ്ഡാപ്പി എന്നാണ് കേട്ടോ ആ കപ്പിൽ എഴുതിയിരിക്കുന്നത്. പിന്നെ ഞങ്ങൾ 2 ഫോട്ടോസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഹെയ്ഡാപ്പിക്ക് കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് എന്താ പറയുന്നത്, ഇച്ചു വേറൊരു ഗിഫ്റ്റ് ഹെലമോക്ക് വേണ്ടിയിട്ട് എടുത്തുകൊണ്ട് വന്നത്. സെയിം മഗ് തന്നെ, അതിൽ ഹെലമോയുടെ ഫോട്ടോ വെച്ചിട്ട് അതുപോലെ തന്നെ നമ്മുടെ ഒരു ഫാമിലി ഫോട്ടോയും വെച്ചിട്ട് അങ്ങനെ ഹെയ്ഡാപ്പി അവൾക്ക് കൊടുത്തിട്ട് അത് പൊട്ടിച്ച് നോക്കാൻ തുടങ്ങുന്നതാണ് കേട്ടോ കാണുന്നത്. ഞാൻ ഇതിൻ്റെ വോയിസ് ഓവർ കൊടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഉച്ചയ്ക്ക് വന്നപ്പോൾ ഒരു സർപ്രൈസ് ആയി. കാരണം എന്തൊക്കെയോ സംസാരിച്ചത് കൊണ്ട് നമുക്ക് ആ വോയിസ് അത്ര ക്ലിയർ അല്ലായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഹെലമോൾ നമ്മളെ കൊണ്ടുവന്ന് കാണിക്കുന്നതാണ് കേട്ടോ കാണുന്നത്, എന്നെ കൊണ്ടുവന്ന് കാണുന്നത്. അങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ടോ. ഇന്ന് 2 പേരും കൂടെ ഇതിപ്പം കപ്പ് ഒന്നിച്ച് പിടിച്ച് കാണിക്കും കേട്ടോ. 2 പേരും ഒന്നിച്ച് പിടിച്ച് കാണിക്കും. നോക്ക്, ഇതാണ് ഹെയ്ഡാപ്പിക്ക് ഹെലമോക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ്. ഇത് ഹെലമോക്ക് നാട്ടിലായിരുന്നതുകൊണ്ട് ഹെലമോക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് അപ്പോൾ കൊടുക്കാൻ പറ്റിയില്ല. ഇപ്പോൾ ഇതാണ്ട് ഹെലമോക്ക് ഒരു കപ്പ്, അച്ചാച്ചൻ്റെ ഒരു കപ്പ്, 2 പേരുടെ ഫോട്ടോയും ഒരു ഫാമിലി ഫോട്ടോയും ഒക്കെ സെറ്റ് ചെയ്ത ഒരു കപ്പ്. അടിപൊളി. താങ്ക് യു റപ്പയ്ക്ക്. എൻ്റെ ഹെയ്ഡാപ്പിയുടെ ബർത്ത്ഡേക്ക് ഞങ്ങൾ വെറുതെ 8 വയസ്സായി ഹെയ്ഡാപ്പിക്ക്. അപ്പോൾ ഇതാണ് ഞങ്ങൾ ഹാപ്പി ബർത്ത്ഡേയുടെ ഇത് വെച്ചു. ഇതേണ്ടേ ഇവിടെ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ ബലൂൺസും കാര്യങ്ങളൊക്കെ വെച്ചു. ഇതാണ്ട ഞാൻ സിംഗിൾ ബലൂൺസ്, ജസ്റ്റ് ഒരു ചെറിയ ഡെക്കറേഷൻസ് കേട്ടോ. ഇതുണ്ട്, ഇത് കഴിച്ചാൽ നമ്മൾ ഇവിടുന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ഇത് കണ്ടോ, ഈ ബലൂൺ വീർപ്പിക്കുന്ന ഈ സംഭവം നമ്മൾ കഴിഞ്ഞ ദിവസം ഇവിടുന്ന് വാങ്ങി കേട്ടോ. ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ. നമ്മൾ ഈ കൈ കൊണ്ട് ബലൂൺ നല്ല വാ കൊണ്ട് ഊതി വീർപ്പിക്കുന്നതിൽ ഒത്തിരി നല്ലതാണ് കേട്ടോ. സെക്കൻഡ് കൊണ്ട് വെരി ഗുഡ്. സെക്കൻഡ് കൊണ്ട് ബലൂൺ വീർത്ത് കിട്ടും. ഉണ്ട്, ഇവർ ഫുള്ള് ഇവിടെ കിടന്ന് കളിയും ചിരിയാണ്. ഹേവലോട്ട് ഇപ്പോൾ ഇതാ ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് വന്നാണ് കേട്ടോ. ഹേവലിൻ്റെ കയ്യിലുണ്ട് കേട്ടോ ഒരു ബലൂണ്. അങ്ങനെ ഞങ്ങൾ പള്ളി പോട്ടോ. വേണ്ടേ, വീടൊക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ടു. ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ആൾക്കാരൊക്കെ വരും. വേണ്ടേ ഞങ്ങൾ പള്ളിയിലോട്ട് പോകണേ. പോയിട്ട് അപ്പോൾ കുർബാന കൂടിയിട്ട് വരാം. അത് കഴിഞ്ഞിട്ട് ഒരു കേക്കൊക്കെ മുറിക്കാം. അങ്ങനെ തന്നെ ഹേവലൂട്ടനും പിച്ചും ഇതാണ് കേട്ടോ. ഹേവലൂട്ടിന് പുതിയ ഉടുപ്പ് അടിച്ചേക്ക്. നീ ഉടുപ്പ് ആരും തന്നാന്നൊന്ന് കമന്റ് ഇടണേ. ഹേവലൂട്ടൻ്റെ ബർത്ത്ഡേ കിട്ടിയ ഉടുപ്പാണ് കേട്ടോ. ഇതാണ് കേട്ടോ ഹെയ്ഡാപ്പിയുടെ ബർത്ത്ഡേ ഡ്രസ്സ്. ഇത് സജുവും സോമിയും ഗിഫ്റ്റ് കൊടുത്താ. ഇത് ഹെലമോ ഡ്രസ്സ്. ഇത് കാണിച്ചല്ലേ നമ്മളെ എങ്ങനെ പള്ളി പോയിട്ട് വരാൻ പറ. അങ്ങനെ മാള് വിളിച്ചപ്പോൾ മാളിനോട് സംസാരിച്ചു നടക്കുന്ന കേട്ടോ കാണുന്നേ. നമ്മളിന്ന് പള്ളിയിൽ ഈ വണ്ടി കൊണ്ട് പോകാമെന്ന് വെച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങൾ പള്ളി കഴിഞ്ഞ് എത്തിയപ്പോഴത്തേക്കും സോമിയും സജുവും വന്നു. ജിൻസി ചേച്ചിയും പൊന്നൂസും ഷിനോജേട്ടൻ വന്നു. ഹേബിലൂട്ടനാണെങ്കിൽ പള്ളി കഴിഞ്ഞ് തിരിച്ച് വന്നപ്പോൾ ചെറുതായിട്ടൊന്ന് വോമിറ്റ് ചെയ്ത് കേട്ടോ. അത് കാരണം ഞങ്ങൾ വീണ്ടും വേറൊരു പുതിയ ഉടുപ്പെടുത്തിടിച്ചു അവനെ തന്നെ ഷിനോജേട്ടൻ്റെ കയ്യിൽ സെറ്റായിട്ടിരിക്കും കേട്ടോ. അങ്ങനെ കേക്ക് വന്നു. അപ്പം ഇച്ചു അതെൻ്റെ കേക്ക് തുറന്നെടുക്കാൻ ശ്രമിക്കുന്നതാണ് കേട്ടോ കാണുന്നത്. അങ്ങനെ നമ്മളപ്പുറത്തെ രാഘവും ഭവീനും എത്തി. അങ്ങനെ നമ്മുടെ സജുവും കൂടെ ഹെൽപ്പ് ചെയ്ത് കേക്ക് ഒരുവിധം പ്രശ്നങ്ങളൊന്നുമില്ലാതെ കവർ ചെയ്ത് പുറത്തെടുക്കാൻ പറ്റി. അതിലൊരു ഹാപ്പി ബർത്ത്ഡേ എന്നും ഹാപ്പി ബർത്ത്ഡേ ഹെയ്ഡൻ എന്നും എഴുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ. 8 എന്നൊക്കെയുള്ളൊരു നമ്പറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതുണ്ടോ, ഹെയ്ഡൻ 8 എന്നാണ് കേട്ടോ എഴുതിയിരുന്നത്. പിന്നെ ഓൾറെഡി ഒരു എന്താ പറയുന്നത് 8
8 ക്യാൻഡിൽസ് ഞങ്ങൾ സെറ്റ് ചെയ്ത് കേട്ടോ. ഡിഫറെൻറ്റ് ടൈപ്പ്, അടിപൊളിയാണ്. ക്യാൻഡിൽസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം കേട്ടോ. ഇത്രയും ക്യാൻഡിൽസ് ഊതണമെന്ന് ഞങ്ങൾ പറഞ്ഞു കേട്ടോ. Okay, starting. Happy birthday to you. Happy birthday to you. Happy birthday, happy birthday, happy birthday, Nathan. May the good God bless you. May the good God bless you. May the good God bless you, Nathan. Happy birthday to you. ഇച്ചിരി തവണ കൊടുക്കാം.
കഴിഞ്ഞു, കേക്ക് മുറിച്ചു, ഫുഡൊക്കെ കഴിച്ചു ഞങ്ങൾ എല്ലാവരും. ഇനി നമുക്ക് ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യാം കേട്ടോ. അങ്ങനെ ഹേഡാപ്പിക്ക് ഓൾറെഡി ഹേമലൂട്ടിന്റെ ബർത്ത്ഡേയുടെ അന്ന് തന്നെ ഉണ്ണിപ്പാപ്പനും ജൂബിമാമനും മോൻസിമാമനും ഒക്കെ ഗിഫ്റ്റ് കൊടുത്തിരുന്നു. പക്ഷെ ടോപ്പ് ഓഫ് ദാറ്റ് ഹേഡാപ്പിക്ക് ഇന്ന് ബർത്ത്ഡേക്ക് കുറച്ച് ഗിഫ്റ്റുകൾ വരും. നമുക്ക് അതും കൂടെ നോക്കാം. ഇത് നമ്മുടെ രാഘവും ഭവീനും ഹേഡാപ്പിക്ക് കൊണ്ട് കൊടുത്തൊരു ഗിഫ്റ്റാണ്. ഇത് ആക്ച്വലി മെറ്റൽ മോഡൽസ് എന്ന് പറയും. നമ്മുടെ തല മാക്സിമം വർക്ക് ചെയ്ത് ഇതുപോലൊരു ട്രക്ക് ആക്കി എടുക്കണം. ട്രക്കിന്റെ പല പാർട്സുകളും വിത്ത് എന്താ പറയുക സ്ക്രൂകളുമാണ് ഇത്. അങ്ങനെ ഹാപ്പി ബർത്ത്ഡേയുടെ ടീ വലിച്ച് വരച്ചിരിക്കുന്ന ഹേവലൂട്ടൻ. ഓക്കെ ഓക്കെ, ഇത് അപ്പം പറ താങ്ക് യു രാഘവൻ ഫോർ ദ ഗിഫ്റ്റ്. അടുത്തത് ഇത് സജ്മാവനും സോമിയാന്റിയും പിന്നെ കൊടുക്കുന്ന ഗിഫ്റ്റ് ആയതുകൊണ്ട് ഗിഫ്റ്റ് ഒന്നും കൊണ്ടുവരുമെന്ന് പറഞ്ഞാണ് ഇതല്ലേ അവർ കൊണ്ടുവന്ന ഗിഫ്റ്റ്. സജീവങ്ങളും കൊണ്ടുവന്ന ചോക്കോ കുക്കീസിന്റെ ഒരു ബോക്സ്, പിന്നെ നമ്മുടെ ബോണ്ടിയുടെ ഒരു പാക്കറ്റ് ചോക്ലേറ്റ്. അപ്പം താങ്ക് യു സോമിയാന്റി സജീവങ്ങൾ എന്ന് പറയാം. ഓക്കെ, വിനോദേട്ടനും ജിൻസി ചേച്ചിയും പൊന്നൂസും കൊണ്ട് കൊടുത്ത ഗിഫ്റ്റാണ് ഹേഡാപ്പിക്ക്. ഹെലമോൾ എടുത്ത് എന്നാലും നോക്കട്ടെ. ടേക്ക് ഔട്ട്. അവളൊന്നും എടുത്തിട്ട് നീ ഒന്നും കാണിക്കും. ഓ അടിപൊളി ടീഷർട്ട്, ഒരു എന്താ പറയുന്നത് ഒരു ജീൻസിന്റെ ഒരു ട്രൗസർ. അപ്പൊ താങ്ക് യു ഷിനോജങ്ങളെ ജിൻസിയാനി എന്ന് പറയുന്നത്. ലാസ്റ്റ് ഗിഫ്റ്റ് നമ്മുടെ സഫ്രു ആന്റിയും അജ്മൽ അങ്ങളും കൊടുത്ത ഗിഫ്റ്റ് ഞാൻ നോക്കാം. അജ്മൽ അങ്ങളും സഫ്രു ആന്റിയും കൊണ്ടുവന്ന ചെയ്ത് ഒരു ഗിഫ്റ്റ് ഉണ്ട്. ഒരു അടിപൊളി ടീഷർട്ടും ലോസ് ആഞ്ചലസിന്റെ ഒരു ടീഷർട്ടും അതിന്റെ കൂടുതലൊരു ബ്ലാക്ക് ആണ് ഡാർക്ക് ബ്ലൂ ട്രൗസർ. താങ്ക് യു അപ്പം ഞങ്ങളുടെ ഈ ചെറിയ വീഡിയോ അതായത് ബർത്ത്ഡേ വ്ലോഗ് ഇവിടെ തീരുവാണ്. അപ്പൊ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ